ഇക്കഴിഞ്ഞ 18 രാത്രി 10 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ കൊരപ്പത്ത് ലൈനിലുള്ള വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിലേക്ക് ധൻപത് നായിക്കും 2 സുഹൃത്തുക്കളും എത്തുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി ധൻപത്തും അനാശാസ്യ കേന്ദ്രത്തിലുള്ളവരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു. ഇടിവള കൊണ്ട് അടക്കം ക്രൂരമായി 27കാരൻ ആക്രമിക്കപ്പെട്ടു. ശേഷം അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാർ തന്നെയാണ് കാറിൽ മർദ്ദനത്തിനിരയായ ധൻപതിനെ MG റോഡിലുള്ള താമസ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് ബോധരഹിതനായ ഇയാളെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നാലെ ഇന്ന് പുലർച്ചെയോടെ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെയാണ് ധൻപത് മരിച്ചത്. സംഭവത്തിൽ 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ധൻപതിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. MG റോഡിലെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു ധൻപത് നായിക്. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.